ലയൺസ് ക്ലബ്ബിൽ ജോർജ് കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടും വിശ്വസിച്ചില്ല. അമ്മാവൻ ഞങ്ങളെ അപമാനിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ജോലി ചെയ്ത് ജീവിക്കുന്ന അപമാനമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ സ്വന്തം തന്ത വീട്ടുമുറ്റത്ത് വന്ന് നിന്നപ്പോ പുറത്തിറങ്ങാൻ മടി കാണിച്ച ഒരുപോലുണ്ടല്ലോ നിന്റെ ഭാര്യ, അവൾ എന്റെ മകളാണെന്ന് പറയുന്നത് എനിക്ക് അപമാനമാണ്. മനസ്സിലായോ? വണ്ടിയെടുത്ത് പറ. ഞാൻ ഭ്രാന്താശുപത്രി കിടന്ന കാര്യം നിങ്ങൾക്ക് 3 പേർക്കറിയാം. പിന്നൊരാൾ കൂടെ അറിയാം, എൻ്റെ മരുമോന്. നിങ്ങൾ പോയി പറഞ്ഞോ ആ കാര്യം എൻ്റെ ജനറൽ മാനേജരോട്? ഇല്ല. പറയില്ല, എനിക്കറിയാം. പക്ഷെ എൻ്റെ മരുമോൻ പറയും. അവന് നാണക്കേടല്ലേ? എൻ്റെ ജോലി പോയി. ഞാൻ ഭ്രാന്താശുപത്രി കിടന്ന കാര്യം ജനറൽമാരോട് പറഞ്ഞില്ലെന്ന്, കള്ളം പറഞ്ഞ് ജോലി നേടിയെന്ന്. ഞാൻ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞ ദിവസം എൻ്റെ കേണൽ പറഞ്ഞ എന്താണെന്നറിയാവോ? യു ഹാവ് എ പവർഫുൾ മൈൻഡ്. യേശുവിന് പുല്ല, ഇവിടെ പവർഫുൾ മൈൻഡ് ഉള്ളവന് രക്ഷയില്ല. 100 ജോലി ഞാൻ എൻ്റെ പവർഫുൾ മൈൻഡ് കൊണ്ട് നേടും. മനസ്സിലായില്ല. കാണും. What is that? That is what? Okay. Get up. Thank you. No mention, please. ഈ മേശ മാറ്റണം. മേശ. ഹലോ ഹലോ ഹലോ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. പറയുമ്പോൾ എടുത്താൽ മതി. ചായ എടുക്കട്ടെ? എടുക്കണ്ട. ഇല്ല, വേണ്ട. അപ്പോഴേ ഫോളോ മീ. Yeah. എന്ത് തോന്നുന്നു? ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോഴേ ഞങ്ങളൊരു TV സീരിയലിന്റെ ആൾക്കാരാണ്. ഞാൻ സുന്ദരം പിള്ള പ്രൊഡ്യൂസർ, സാറാണ് ഡയറക്ടർ ഗിരീഷ് പുരി. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ കേൾക്കണ്ട. ഈ വീട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണം. അപ്പോൾ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഹോട്ടൽ വെച്ച് സംസാരിക്കാം. ഓക്കെ? ഹോട്ടൽ പീകോക്ക്.
എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. നമ്മൾ വീട് ഫിക്സ് ചെയ്തില്ലേ, അതിന്റെ ഉടമസ്ഥരാ. ഇരിക്കൂ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. അഭിനയിക്കാൻ അറിയാമോ? ഇല്ല. ആദ്യമായിട്ട് അഭിനയിക്കാൻ അറിയില്ലെന്നൊരുത്തം പറയുന്നത്. അതുകൊണ്ട് ഇവര് മതി ഫിക്സ്. ഓക്കെ, ഞങ്ങളുടെ ടി വി സീരിയൽ അഭിനയിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഹലോ, റിസപ്ഷൻ അല്ലേ? ആ, ഞാൻ സുന്ദരമളയാണ്. ആ പുറത്ത് കൂടി നിൽക്കുന്നവരെല്ലാം പറഞ്ഞയച്ചേക്ക്. ഞങ്ങൾക്ക് ആവശ്യമുള്ളവരെ കിട്ടിക്കഴിഞ്ഞു. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡ് നൈറ്റ്. പേര് പേര് വാണു. വാണു? വേണു. ഓ, വേണു. ബെന്നി. കേശു. കെ ഇനിഷ്യലായിരിക്കും. കേശവൻ നായർ. കെ ശവൻ നായർ. ഗ്ലാഡ് ടു മീറ്റ്. ഗ്ലാഡ് ടു മീറ്റ്. കൃഷ്ണ, ശ്രീകൃഷ്ണ. ഓ മൈ ഗോഡ്. യെസ്. ബ്യൂട്ടിഫുൾ പീപ്പിൾ. താങ്ക്സ്. അഡ്രസ് എഴുതുക. നമ്പർ 20/148, വൃന്ദാവൻ സ്ട്രീറ്റ്, സുഭാഷ് നഗർ, കൊച്ചിൻ 12. ഇനി നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. പണ്ടാരം കാണുന്നില്ലല്ലോ. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. നിങ്ങളോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. Stop it. Stop it. എന്റെ അമ്മേ. അതും പറയണോ സാറേ? ഒന്നും പറയണ്ട. ഒന്നും പറയണ്ട. അയ്യോ അയ്യോ. അതെ, സാറ് പറയുമ്പം പറഞ്ഞാ മതി. ഇനി എനിക്ക് പറയാമല്ലോ. ഡയലോഗ് നന്നായിട്ടുണ്ട്, തൃപ്തിയായി. സ്റ്റണ്ട് അറിയാവോ? കാണിക്കണ്ട, ഞങ്ങൾക്ക് അറിയില്ല സാർ. എന്നാ പഠിക്കണം. നാടൻ സ്റ്റണ്ട് മതിയോ? അത് പോരാ. കളരി, കരാട്ടെ, കുങ്ഫു, കൂഡോ, ജൂഡോ, 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 റോപ്പ് ക്ലൈംബിംഗ്, ഡൈവിംഗ്. ഡ്രൈവിംഗ് എനിക്കറിയാം സാർ. ഡ്രൈവിംഗ് അല്ല, ഡൈവിംഗ്. നാളെ മുതൽ പഠിക്കാൻ തയ്യാറായി. അഡ്വാൻസ് കൊടുത്തേക്ക്. ഈ പാരയും പിക്കാസും ഒക്കെ എന്തിനാ? അതൊക്കെ പണിയായുധങ്ങളാ. കൃഷിയാണോ പണി? അത് ഈ ഷൂട്ടിങ്ങിന് ആവശ്യമായ സ്റ്റണ്ടിന്റെ സാധനങ്ങളാണ്. ഈ കാശ് തിരിച്ചു തരേണ്ടി വരുമോ? വേണ്ട വേണ്ട, അത് നിങ്ങൾക്ക് അഡ്വാൻസ് തന്നതാ. ഇഷ്ടം പോലെ ചെലവാക്കാം. അപ്പൊ നാളെ തുടങ്ങി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കഠിനമായ പരിശീലനം. ഓക്കെ? ഓക്കെ. കെട്ടിയ എല്ലാരും അടുത്ത് കെട്ടിയിട്ടുണ്ടല്ലോ. അതല്ല, വെളുത്തിട്ടെ ഉം. മുടി ധാരാളം ഉണ്ടായി. മുടി വളർത്തി. മുടി വളർത്തിയ വെളുത്ത വെളുത്ത ഉം. ആ, കിട്ടി. ആ. മുൻവശത്തെ മുറിയുടെ 2 വശങ്ങളിലായി നിങ്ങൾ ഒളിച്ചു നിൽക്കണം. സന്ധ്യയാകും അവര് വരുമ്പോ. വന്നു കയറിയാൽ ഉടനെ ലൈറ്റ് ആവാം. അത് ഞാൻ നോക്കണം. സംശയ ഇരുട്ട് താഴ്ന്ന എങ്ങനെ മനസ്സിലാവും? കയ്യിൽ ടോർച്ചില്ലേ, അത് ഉപയോഗിക്കുക. അറ്റാക്ക് ചെയ്യാനുള്ള സമയം കൃത്യമായിട്ട് അറിയാലോ. ജീവം ഉറങ്ങിക്കളയരുത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. അതിന് എണ്ണ എടുത്തിട്ടില്ല. ചുപ്രേസല്ലേ മേ ക്യാ കാകത്താ ഹൈ കി സോറി. അവർ ചില്ലറക്കാരല്ല. നമ്മുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് കനത്ത സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്തിരിക്കുകയാണ്. അവനെ തട്ടാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. ചലോ.
നീയല്ലേ തെങ്ങി കയറാൻ മിടുക്കൻ, നീ കയറ. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടൻ കേറ്, ചേട്ടൻ കേറ്. ഈസിയാണ്, കേറ്. ഞാൻ മുമ്പ് തേങ്ങ തന്നെയായിരുന്നു. നീ കേറ്, അയ്യോ നീ കേറ്. ഞാൻ കേറിക്കോ. ശരിയാവും. തച്ചോളി ഉദയനൻ കച്ച കെട്ടുമ്പോ ഇതുപോലെ തേങ്ങ വീഴും. അല്ലടാ പാരമ്പര്യം. ആ നോക്കണ്ട, കേറിക്കോ. കേറിക്കോ. നല്ല മനോഹരമായ മരം കയറ്റം. അത്യുന്നതങ്ങളിലേക്കുള്ള പ്രയാണം. സംഗീതത്തിൽ രാഗത്തിന്റെ ആരോഹണം പോലെ തോന്നുന്നു. സാരി രാഗത്തിന്റെ മേളിൽ ചെന്ന് പിടി വിട്ടുകളയരുത്. ഓ ആ എത്തിപ്പോയി, എത്തിപ്പോയി, മുകളിലെത്തിപ്പോയി. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. പഴയ സ്വഭാവം മറന്നില്ലല്ലേ? അങ്ങനെ ഒരുത്തൻ രക്ഷപ്പെട്ടു. ഇല്ല, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൈവിടണം. ആണോ? ആ അയ്യോ. ഏയ് ഇനി ആ കയർ തൂങ്ങി ഈ തെങ്ങിലേക്ക് വരൂ. നിങ്ങൾ സർക്കസ് കളിപ്പിക്കുവാണോ? മുണ്ടായിക്കോടും കഴുതേ. Come on, move. ഈ തെങ്ങിലേക്ക്. അളിയാ, എന്തു പറ്റി? ഏണി കൊണ്ടുവരണോ? ഞാൻ പ്രപഞ്ചത്തിന്റെ മറുവശം കാണുന്നു. വാട്ട്? തലയിറക്കം വല്ലോം തോന്നുന്നുണ്ടോടാ? ഇല്ല, ദീർഘദർശം. ട്രെയിൻ അപകടം. അളിയ, കൊല്ലത്തിനടുത്തുള്ള ആ കായലിന്റെ പേരെന്താണ്? കായൽ. കൊല്ലക്കായൽ. ആ കായലിലേക്ക് ഒരു തീവണ്ടി മറിയും. ഐഡിയ. ബെന്നി, നീ ഇപ്പൊ താഴെ വീഴുമെന്നൊന്നും ദീർഘദർശത്ത് കാണുന്നില്ലല്ലോ. ഇല്ല, ട്രെയിൻ അപകടം മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും അവിടെ ഇരിക്കേ. നമുക്ക് കഥ ആ വഴിക്ക് തിരിച്ചു വിട്ടാലോ? ഗുഡ്. ഇപ്പൊ പകലൊന്നും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ജോലി തിരക്കായിരിക്കും. ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ ഷാരോ വന്നിരുന്നു. ഞാനൊന്ന് അകത്ത് പോയി തിരികെ വന്നപ്പോ ആളെ കണ്ടില്ല. ഇന്നലെ ആരോ വീടിനടുത്ത് നിൽക്കുന്നത് കണ്ടെന്ന് അമ്മ പറഞ്ഞു. അയ്യോ, വരട്ടായിരിക്കും. നല്ല തടിയുള്ള പൊക്കമുള്ള താടി വെച്ച ഒരാളാണോ? മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ഒരാളാ. അപ്പൊ വലട്ടനല്ല. അമ്മ വരുമ്പോ ഈ കീ ഒന്ന് കൊടുത്തേക്ക്. ഇനി പ്രാന്താശുപത്രി സെക്യൂരിറ്റിക്കാരെങ്കിലും ആയിരിക്കും. ഏയ്, മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ആളെന്നല്ലേ പറഞ്ഞത്? സുന്ദരംപിള്ള സാറോ ഗിരീഷ് പുരി സാറോ വല്ലതും ആയിരിക്കും. ഏയ്, അവരായിരിക്കില്ല. അവർക്ക് നമ്മൾ ട്രെയിനിങ്ങിന് പോയിരിക്കാന്നുള്ള വിവരം അറിയാമല്ലോ. പിന്നതാര്? എന്റെ ബലമായ സംശയം ആരോ നമ്മളെ തിരക്കി വന്നതാണെന്നാണ്. ഉറങ്ങി. യെസ്, ഉറങ്ങി. ആദ്യം ആണി കടിച്ചെടുക്കണം, എന്നിട്ട് എണ്ണണം. 1 2 3 4 5 6 7 8 9 10. 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. ഓക്കെ? ഓക്കെ. 1 2 3 4 5 6 7 8 9 10.
ഭ്രാന്തൊക്കെ മാറിയോടെ ചെക്കന്മാരെ അവിടെ നിക്കടാ, ഞാനും വരച്ചടാ. എങ്ങോട്ട് പോയി? ആ ഇതിലെ വരും, അപ്പൊ ഞാൻ പിടിച്ചോളാം. ഇതെന്ത് ജീവേണ് എന്റെ ഈശ്വര? 8 കാല്, 8 കാലിയാ.